ഹലോ ഗൈസ്, റൈറ്റ് നൗ ഐ എം ഇൻ പോളണ്ട് അറ്റ് വിസിയ യൂണിവേഴ്സിറ്റി ആൻഡ് എൻ്റെ കൂടെയുള്ള ഗോപികയാണ്. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനൊക്കെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണ്, ഇവിടുത്തെ വിസ പ്രോസസ്സ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ ക്ലാസ്സസ് എങ്ങനെയാണ്, ഇവിടുത്തെ പാർട്ട് ടൈം എങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ഗോപിക നാട്ടിലെവിടെയാ? ഞാൻ നാട്ടില് കണ്ണൂരിനാണ് വരുന്നത്. കണ്ണൂര്. ഓക്കെ. ഇവിടെ ഏത് പ്രോഗ്രാം എടുത്തിരിക്കുന്നത്? ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി അല്ലേ? അപ്പൊ ഗോപിക പ്രീവിയസ് എഡ്യൂക്കേഷൻ ഏതായിരുന്നു? ഞാൻ സെയിം തന്നെ ചെയ്തിരുന്നത്. ഞാൻ ബാച്ചിലേഴ്സ് ഇൻ സയൻസ് എടുത്ത സൈക്കോളജി തന്നെ. അപ്പൊ എനിക്കൊരു കണ്ടിന്യൂറ്റി വേണം തോന്നി മാസ്റ്റേഴ്സ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയാ ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഗോപികയുടെ ഇവിടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സസ് ഞാനിപ്പം സെക്കൻഡ് സെമിസ്റ്ററിലാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ടീച്ചിങ് ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മുന്നത്തെ ബാച്ചിലേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ഫൈൻ ആണ്. എക്സാംസ് ഒക്കെ എങ്ങനെയാ? എക്സാംസ് ഇനി വരുന്ന ജൂൺ ഉണ്ടാവും. യൂഷ്വലി 3 months to 4 months ആണ് ഉണ്ടാവുക. അപ്പം എക്സാംസ് ഇപ്പം ഓഫ്ലൈൻ റിട്ടേൺ എക്സാം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുന്നത്. എല്ലാ സബ്ജക്റ്റും റിട്ടേൺ എക്സാം ആണോ? ഇപ്പൊ അങ്ങനെയാ പറയുന്നത് സോ ഫാർ ആയിട്ട്. സോ ഇപ്പൊന്നും അവര് അത്ര ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ട്യൂട്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ട്യൂട്ടേഴ്സ് എല്ലാം നല്ലതാണ്. നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. എടുക്കുന്ന സിലബസിനേക്കാളും കുറച്ചും കൂടി അവർ നമ്മളെ മനസ്സിലാക്കുന്ന രീതിക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. സോ എനിക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഞാൻ ഓൾമോസ്റ്റ് 2 months ആയി ഇവിടെ വന്നിട്ട്. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. തണുപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കൊന്ന് ഗോപിക വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഫേസ് ചെയ്ത പോലെയായിരുന്നു. ലൈക്ക് തണുപ്പ്, മഴ, സ്നോ എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇവിടെ വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ, നാട്ടില് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കാറ്? ഇവിടെ വന്നിട്ട് അതിന്റെ ഡിഫറൻസ് ഒക്കെ എങ്ങനെയാണ്? ഇല്ല, എനിക്ക് തോന്നുന്നില്ല വലിയ ഡിഫറൻസ് ഉണ്ടെന്ന്. നാട്ടിൽ തന്നെ വെക്കുന്ന സംഭവങ്ങൾ തന്നെ ഇവിടെ തന്നെ വെക്കുന്നത്. ഇതിന്റെ കാര്യത്തിലൊരു മുടക്കവും ഇല്ല എനിക്ക് ഇവിടെ. കുഴപ്പമില്ല. ഫ്രണ്ട്സിന്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പരാണ് സ്റ്റേ ചെയ്യുന്നത്. കുഴപ്പമില്ല. അവരെല്ലാരും മലയാളീസ് എല്ലാം ആയതുകൊണ്ട് ഇത് കുഴപ്പമില്ല. എന്ത് പോന്നു. ഓക്കെ. ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അപ്പം ക്ലാസ്സിലൊക്കെ മലയാളികളുണ്ടോ അതോ ഫുൾ പോളിഷ് സ്റ്റുഡൻസ്? ഇല്ല, മലയാളീസ് ഇല്ല. ഞാൻ ഒള്ളി ഇന്ത്യൻ ആണ് ക്ലാസ്സിൽ ഇപ്പോഴത്തെ ഈ സെമസ്റ്ററില്. അപ്പൊ പോളിഷ് ആൾക്കാരുണ്ട്, നോർവേക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഔട്ട്സൈഡർ പോലെ ഫീൽ ചെയ്യത്തില്ല. എല്ലാരും ഭയങ്കര കമ്പനിയൊക്കെയാ. കുഴപ്പമൊന്നുമില്ല. നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യും. സോ എനിക്കിവിടെ കംഫർട്ടാണ്. അതെ, ഓക്കെയാണ്. ഓക്കെ. പിന്നെ ഗോപി എങ്ങനെ ഫ്ലൈവേഴ്സിനെ പറ്റി, ഞങ്ങളെ പറ്റി എങ്ങനെയാ അറിഞ്ഞേ? അത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അവനോട് ചോദിച്ചപ്പം അവൻ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസി വേണം. കുറച്ച് ദിവസം എടുത്തു നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് എല്ലാ റിവ്യൂ ഒക്കെ നോക്കി. അതെ, എല്ലാം സംശയമായിരുന്നു. പിന്നെ എനിക്ക് ഓക്കെ ട്രസ്റ്റഡ് ചെയ്യാം എന്ന് വെച്ചിട്ട് അങ്ങനെ. നമ്മുടെ സ്റ്റുഡൻസിനെ ഗോപിക്ക് കോൺടാക്ട് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നല്ലേ? എനിക്ക് പ്രീവിയസ് ആയിട്ട് ഗോഡ്സൺ തന്നെ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടി. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അക്ഷരനെ കോൺടാക്ട് ചെയ്തത്. അക്ഷര സെയിം സൈക്കോളജി ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളെ തന്നെ കിട്ടി. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇപ്പൊ നാട്ടില് ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക, അതൊക്കെ എന്ത് തോന്നുന്നു? സുഖമായിട്ട് സർവൈവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പാർട്ട് ടൈമിന് കുറച്ച് നാളെ ഒരു 1 month എടുക്കും നിങ്ങൾക്കൊന്ന് ഇവിടെ പാർട്ട് ടൈം കിട്ടാനും. ഇച്ചിരി എഫേർട്ട് ഇട്ടാ മതി. കാരണം എനിക്കറിയാം ഗോപിക ആദ്യം വന്നപ്പോ തന്നെ എന്നോട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞത് എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം. കുറച്ച് ജോബിന്റെ ഒക്കെ ടെൻഷൻ വന്നിനായിരുന്നു, ഇത് കിട്ടോ ഇല്ലേന്ന്. പക്ഷെ ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു 1 month, 1.5 months, ഓൾമോസ്റ്റ് 2 months എടുക്കും ഇവിടെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിട്ട്. ചില പിള്ളേർക്ക് അങ്ങനെ, ചില ഈ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ചെറുതായതുകൊണ്ട് ഒരു ഫാമിലിനെ വിട്ട് നിൽക്കുന്നതും, പിന്നെ അവരിവിടെ വന്നു കഴിയുമ്പോ ഫസ്റ്റ് മന്ത് ഫാമിലി ഫണ്ട് കൊടുക്കും. അത് കഴിയുമ്പോ ഇവിടെ എല്ലാരും പാർട്ട് ടൈമിന് പോകുന്ന കാണുമ്പോ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുമ്പോ അവർക്ക് തോന്നും വീട്ടിൽ നിന്ന് ഫണ്ട് ചോദിക്കാൻ ഒരു മടിയായിരിക്കും. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ഒരു സെക്കൻഡ് മന്ത് ഒക്കെ കഴിയുമ്പോ ഇവിടെ മിക്കവരും ജോലിക്ക് കയറും. അത് കഴിയുമ്പോ അവരുടെ കയ്യിൽ നല്ല ഫണ്ട് വരുമ്പോ
പിന്നെ അവര് അതിന് അഡോപ്റ്റ് ഓക്കെ അത് പൈസേന്റെ ബുദ്ധിമുട്ട് ഫസ്റ്റ് കുറച്ച് മനസ്സുണ്ടാവും. അതെന്തായാലും നമ്മൾ അതിൽ കൺസിഡർ ചെയ്യണം ഇവിടുന്ന് വരുമ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ വന്ന് ഒരു ജോബ് എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം. പഠിപ്പും ജോബും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പറയുന്ന അത്ര ടെൻഷൻസ് ഇല്ല. ഓക്കെ. പിന്നെ പിള്ളേര് സ്റ്റുഡൻസ് ഇവിടെ വരുമ്പം അവര് കൂടുതലും പാർട്ട് ടൈം ആണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ നാട്ടിലുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് സ്റ്റഡീസിന്റെ കൂടെ ഇത്രയും ഫണ്ടൊന്നും ഏൺ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഒരു 1 lakh മിനിമം അവർ ഏൺ ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പെൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു 50,000 rupees ഒക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അവര് സ്റ്റഡീസ് കുറച്ച് മാറ്റിയാണ് വെക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യാറ് സ്റ്റഡീസിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ചെയ്യാനാണ്. അപ്പൊ അവരുടെ സ്റ്റഡീസ് ആണ് ഇപ്പൊ ആഫ്റ്റർ സ്റ്റഡീസ് ഇപ്പൊ അവർക്കൊരു 3 years പ്രോഗ്രാമിന് വരുന്ന ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്നിട്ട് ഫുൾ ടൈം സ്റ്റഡീസ് ഫോക്കസ് ചെയ്യാതെ പാർട്ട് ടൈം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ സ്റ്റഡീസ് കഴിയുമ്പം പിന്നെ അവർക്കൊരു നല്ല ജോബ് കിട്ടില്ല. കാരണം ഇപ്പൊ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും ഓരോ ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഓരോ എന്തെങ്കിലും ജോബ് ഫെയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് അതിനെ പറ്റിയിട്ടുള്ള മെയിൽസ് കാര്യങ്ങളൊക്കെ അയക്കും. അതെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇപ്പം അറ്റൻഡൻസ് ഒക്കെ ഭയങ്കര മാൻഡറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പം ക്ലാസ്സസും കൂടി അറ്റൻഡ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പാർട്ട് ടൈം കിട്ടുന്നതായിരിക്കും നല്ലത്. ഇവിടെ അത് നമുക്ക് പാർട്ട് ടൈം ചെയ്യുമ്പോൾ അവരോട് പറയാം, എന്നാൽ അവർ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കി തരും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുണ്ടാവില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ആയിരിക്കും, ചിലപ്പോൾ അതിന് ഫീ അടക്കേണ്ടി വരും. സോ കുറച്ച് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ ബെറ്റർ ഒരു പാർട്ട് ടൈമും പഠിപ്പും ഒന്നിച്ച് കൊണ്ടുപോയാൽ അത്ര നല്ലത്. പഠിപ്പിനെ നിങ്ങൾ അത്ര വലിയ ഹാർഡ് ആയിട്ട് ഉണ്ടാവില്ല. കുറച്ച് അവർ പറയുന്ന സമയത്തിന് അസൈൻമെന്റ് എല്ലാം പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിട്ട്. ജസ്റ്റ് ഒന്ന് ഒരു കണ്ണിങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. നാട്ടിലെ പോലെ ഫുൾ ടൈം ക്ലാസ്സിൽ പോയിരിക്കേണ്ട ആവശ്യമില്ല. ഡിപ്പെൻഡ്സ് ഓൺ കോഴ്സസ്. പക്ഷെ കുഴപ്പമുണ്ടാവില്ല, മാനേജ് ചെയ്യാം. എനിക്കറിയാം ഇപ്പൊ ഗോപിക്കാണ് കുറച്ചുകൂടെ ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ബാക്കി സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞത് അവർക്ക് ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ അവർക്ക് ജസ്റ്റ് 1 day ആണ് ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത്, ബാക്കിയൊക്കെ ഓൺലൈൻ ആണ്. അപ്പൊ അവര് ഫുൾ മാക്സിമം പാർട്ട് ടൈമിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷെ എനിക്കിപ്പോ എന്റെ ഈ കോഴ്സ് ഇങ്ങനത്തേതായത് കൊണ്ട് കുറച്ച് സെക്കൻഡ് സെമിസ്റ്റർ ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നു കുറച്ച് എനിക്ക് ക്ലാസ്സസ് കൂടുതലാ. എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് കൂടുതൽ. ഓൺലൈനിൽ ഒറ്റ ദിവസമേ ഉള്ളൂ. ഗോപിക്ക് എത്ര ഫീസ് വരുന്നുണ്ട് ഇവിടെ? ഫീസ് ഒക്കെ എത്രയാ ഇവിടെ? സ്ലോട്ടി പറയുമോ? എനിക്ക് തോന്നുന്നു 3,900 euro അങ്ങനെയാണ് വരുന്നത്. അഡ്മിഷൻ ഫീസും കൂടെ 200 euro അഡ്മിഷൻ ഫീസ്. നാട്ടിലത്തെ അറൌണ്ട് 4 lakhs വരുന്നുണ്ട് പെർ ഇയർ. 2 വർഷത്തെ പ്രോഗ്രാം അല്ലേ? 2 വർഷത്തെ പ്രോഗ്രാം, മാസ്റ്റേഴ്സ്. ഓക്കെ. ഇപ്പൊ സ്റ്റുഡൻസ് ഇപ്പൊ ഗോപിക പോളണ്ട് നോക്കിയ സമയത്ത് കുറെ കേട്ടിട്ടുണ്ടാവും, പോളണ്ട് മൊത്തം റിജക്ഷൻ ആണ്, പോളണ്ടിലേക്ക് നോക്കണ്ടെന്നൊക്കെ. അപ്പം ഗോപികയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ ഗോപിക ഇവിടെ എത്തി, എന്താണ് ഗോപികയ്ക്ക് തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കും ആരെങ്കിലും ഒരു സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പോളണ്ട് വിസേന്റെ കാര്യം പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പേടിപ്പിച്ച് വെക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് നോക്കാം ഉള്ള രീതിയിലായിരുന്നു. അപ്പോൾ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഇന്റർവ്യൂ ടൈം വന്നപ്പം എനിക്ക് കുറച്ച് നല്ല ഗൈഡൻസ് കിട്ടി. ഫ്ലൈവിസിൽ നിന്ന് തന്നെ കുറച്ച് ഗൈഡൻസ് നല്ലോണം കിട്ടി. 2 weeks ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ മതി, ആ ഒരു പ്രിപ്പറേഷൻ തന്നെ ടോട്ടലി നല്ലതായിരുന്നു. ക്ലാസ്സസ് ഗോഡ്സ് നീ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കിഷോർ ഏട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ്സസ്, ഓരോ കുട്ടികൾ ഓരോ ഉത്തരങ്ങൾ പറയും, ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും, ഒരുപാട് ഡിസ്കഷൻ എല്ലാം ഉണ്ടായിരുന്നു. ഡെയിലി ക്ലാസ്സസ് ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയി, കോൺഫിഡന്റ് വന്നു. അങ്ങനെ ആ കോൺഫിഡൻസ് പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തതാണ്. ഇന്റർവ്യൂവിന് എന്തൊക്കെയാ ചോദിച്ചത് ഗോപികനോട്? എന്നോട് മെയിൻലി ചോദിച്ചത് എന്തുകൊണ്ടാണ് പോളണ്ട് ചൂസ് ചെയ്തത്, പിന്നെ എന്തുകൊണ്ടാണ് മെയിൻലി അവർ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടാണ് ചോദിച്ചിരുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം. അവർക്ക് നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവും. അവർ കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ വേണം ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ കോഴ്സിനെ പറ്റി ചോദിച്ചു, അതിന്റെ സിലബസിനെ പറ്റിയിട്ടും നമുക്കതൊക്കെ അറിഞ്ഞിരിക്കണം. സോ എന്നോട് അത്രയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷനിലേക്ക് കിട്ടിയോണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. നോർമലി ഞാൻ സ്റ്റുഡൻസ് പാർട്ട് ടൈം ചെയ്യാറുള്ള എന്താ ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് ഞാൻ KFC കയറി മെക്ഡി കയറി എന്നൊക്കെയാണ്. പക്ഷെ ഗോപികയാണ് വന്നു കഴിഞ്ഞിട്ട് ഒരു 1 month കഴിയോടെ പറഞ്ഞാൽ ഞാൻ ടീച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തത്? ടീച്ചിങ്ങിനെന്ന് വെച്ചാല് നമുക്ക് ഈ
ലിങ്ക്ഡിൻ വഴി പിന്നെ OLX വഴി എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രീ സ്കൂൾ ടീച്ചിങ്ങിനെല്ലാം ഉണ്ട്. എൻ്റെ കൂടെ ക്ലാസ്സസിലുള്ള കുട്ടികളും എല്ലാം അസിസ്റ്റന്റ് ടീച്ചറായിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ബാക്ക് ഇൻ ഇന്ത്യ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ എനിക്ക് ആ ഫീൽഡിനോടൊരു താല്പര്യം ഉണ്ടാണ്. അതും ഇവിടെ ഒന്ന് നോക്കണം എന്ന് വെച്ചു. പിന്നെ എനിക്കറിയാവുന്ന ഒരു ചേച്ചിയും കൂടി എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ടീച്ചിങ് എന്ന് പറഞ്ഞപ്പം പ്രീ സ്കൂൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ പിള്ളേരല്ലേ, അവർക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ലല്ലോ. അപ്പൊ ഗോപിക എങ്ങനെ മാനേജ് ചെയ്യും? ഇവിടുത്തെ ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത് തന്നെ. അപ്പൊ അവർക്ക് കൂടുതൽ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ഇംഗ്ലീഷ് കുറച്ചൊരു അവർക്ക് ഇംഗ്ലീഷാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഏജ് അറൌണ്ട് 3-4 ഇതായിരിക്കും. അവർ പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾ ട്രെയിനിങ് ചെയ്യിപ്പിക്കും. അങ്ങനെ എൻ്റെ ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഡെമോ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പിന്നെയും കുട്ടികളെല്ലാം കേൾക്കുന്നുണ്ട്. അവർ നമ്മൾ പുറത്തുനിന്നായത് കൊണ്ടും കൂടി അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ പിന്നെ ഇവിടെ ജോബ് KFCയിലും ഇതിലും കൂടി പോകേണ്ടി വരും. ബിക്കോസ് ടു സപ്പോർട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തന്നെ നമ്മളെ തന്നെ ഒരു ജോബും കൂടി നോക്കേണ്ടി വരും അല്ലേ? ഓക്കെ, ഗോപിക ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറെ ഏജൻസീസ് ഇവിടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴുണ്ട്, ഇവിടെ നോക്കുമ്പോഴുണ്ട്. ഇപ്പൊ ഗോപികയ്ക്ക് നമ്മുടെ കമ്മീഷൻസ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഗോപികയ്ക്ക് തോന്നുന്നുണ്ടോ ഇവിടെ കുറെ പൈസ മുടക്കിയിട്ട് ഒരു ഏജൻസിനെ ചൂസ് ചെയ്തിട്ട് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. നമ്മൾ കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി നോക്കിയിട്ട് പിന്നെ ഫസ്റ്റ് ഏജൻസിന്റെ ഇത് നോക്കിയപ്പം എനിക്ക് നാട്ടിൽ നിന്ന് കുറെ ഏജൻസിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ 1 lakh 2 lakhs ഒക്കെയാണ് അവർ ഫീ ആയിട്ട് തന്നെ ജസ്റ്റ് ചോദിക്കുന്നത്. ഈ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പെൻസീവ് പോലെ തോന്നി. പക്ഷെ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്തപ്പം എനിക്ക് അഫോർഡബിൾ ആയിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഈസിയായി കാര്യങ്ങൾ. എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല വെല്ലിങ്ങനെ. ഓക്കെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു ചില പ്രോഡക്റ്റ് എടുക്കുമ്പം വലിയ പൈസയുടെ പ്രോഡക്റ്റിനാണ് ക്വാളിറ്റി കൂടുതൽ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ വിസ കിട്ടുന്നത് കോൺസുലേറ്റിൽ നിന്നാണ്. ഇത് പൈസ കൊടുത്തിട്ട് എടുക്കുന്ന സംഭവം. ഒരു പേഴ്സന്റെ ടൈമിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് അത്. അപ്പൊ നമ്മള് സ്റ്റുഡൻസിന് ഭയങ്കര ബൾക്കായിട്ട് എമൗണ്ട് കൊടുത്തിട്ടൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. നാവയ്ക്ക് ഗോപിക്ക് എത്ര ടൈം എടുത്തായിരുന്നു? ഗോപിക്ക് മാസ്റ്റർ സ്റ്റുഡന്റ് ആയിരുന്നില്ലേ? ഞാൻ മാസ്റ്റർ സ്റ്റുഡന്റ് ആയിരുന്നു. അത് നാവ പെട്ടെന്ന് കിട്ടുമായിരുന്നു. പക്ഷെ എന്തൊക്കെയോ റൂൾ ചേഞ്ചിന്റെയും ഇതെല്ലാം കാരണം ഇച്ചിരി ഡിലേ. പിന്നെ എനിക്കൊന്ന് ഗോപിക്ക് വന്ന ടൈമേ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളും ഒരു വർക്കിംഗ് ഡേ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ വെക്കേഷൻ വരുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് ചെയ്യും ചോദിച്ചാല് ഈ യൂറോപ്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ കിട്ടി അവര് വേറെ എവിടെയെങ്കിലും എൻജോയ് ചെയ്യാൻ പോകും. അപ്പൊ അത് കഴിഞ്ഞൊക്കെ വരുന്ന ആ ഒരു ടൈം കൺസ്യൂമിങ് ആണ്. നാട്ടിലെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല ഇവിടെ. കുറച്ചും കൂടി സ്ലോ ആൻഡ് ഓർഗനൈസ്ഡ് അങ്ങനെയാണ്. നാട്ടിലെങ്ങനെയാണ്? ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ അല്ലേ? ഇവിടെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കും സ്പീഡായിട്ട്. ഇവിടെ സ്ലോ ആണ്. ബട്ട് എന്നാലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്താല് കിട്ടും. നമ്മൾ വലിയ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം നാട്ടിൽ നിന്നെല്ലാം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെന്തായി നാവ വരാത്തതിന്റെ ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു പീരീഡിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു സമയമാകുമ്പോഴേക്ക് ഇത് വരും. അപ്പൊ ഒരു 3 months എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 3 months എടുത്തു. ചില ബാച്ചിലർ സ്റ്റുഡൻസിനൊക്കെ ചിലവർക്കൊക്കെ 40 days 50 days വരുന്നുണ്ട്. അപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഇവിടെ സിമ്പിൾ ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്ത് പോകാനൊക്കെ പറ്റും. അവരുടെ റെന്റ് അടയ്ക്കാനും പറ്റും, ഫീസ് അടക്കാൻ പറ്റും, നാട്ടിൽ അയച്ചു കൊടുക്കാനും പറ്റും. മാനേജ് ചെയ്യണം. മാനേജ് ചെയ്താൽ സ്റ്റുഡൻസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇവിടെ വന്ന് പ്രോപ്പർ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഫ്രീ ടൈമില് പാർട്ട് ടൈമിന് പോകുക. പിന്നെ അതൊക്കെ സ്റ്റുഡൻസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ അവര് പാർട്ട് ടൈമിന് പോകുവോ ഇല്ലയോ. അവര് ചിലപ്പോ ഫാമിലിയില് ഇപ്പൊ ലോണ് കാര്യങ്ങൾ എടുത്തിട്ട് വന്നവരാണെങ്കിൽ അവരുടെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഹാർഡ് വർക്ക് ചെയ്യും. ചിലവർ ഓൾറെഡി ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അവരവരുടെ റെന്റും ഡെപ്പോസിറ്റും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും പാർട്ട് ടൈമിന് പോകുന്നത്. ജസ്റ്റ് ചിൽ ചെയ്യാൻ മാത്രമായിട്ട്. ഇത് സ്റ്റുഡൻസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവര് ഫീസ് അടയ്ക്കുവോ ഇല്ലെങ്കിൽ അവര് എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പാർട്ട് ടൈം മെയിൻലി ഒരു 2 months ഉള്ളിൽ കിട്ടുന്നുണ്ട്. അത് നല്ലോണം ഈ ഓരോ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടും ഓരോ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ടും ഈവൻ നമുക്ക് പരിചയമുള്ള ആൾക്കാരായിട്ടെല്ലാം ചോദിക്കുക, മടിക്കാണ്ട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഓഫർ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി പോവാം. കുറച്ച് ടൈം എടുക്കും.
അതാണ് ആ ടൈം കുറച്ച് ടെൻഷൻ ഉള്ള ടൈം ആയിരിക്കും. ഇവിടെ വന്നപാട് ഒരു നമുക്ക് കുറച്ച് സ്ട്രഗിൾ പോലെ തോന്നും, ബട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഗോപികയ്ക്ക് നാട്ടിലെ ലൈഫ് സ്റ്റൈലാണോ ഇഷ്ടപ്പെട്ടത്, ഇവിടുത്തെ ലൈഫ് സ്റ്റൈലാണോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ വെച്ചാൽ നാട്ടിലത്തെ കാര്യം പുച്ഛിക്കാൻ പറ്റില്ല. നാട്ടിലും നല്ല തന്നെയായിരുന്നു എൻജോയ്മെന്റ്. ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയി, കുറച്ചും കൂടി ടൈം ബിസിയായി. നാട്ടിൽ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു വെറുതെ ഇരിക്കെ. ഇവിടെ കുഴപ്പമില്ല, ഉണ്ട് നമ്മൾ അതിനെ കണ്ടെത്തിയാൽ മതി, ടൈം കിട്ടും. ശരി ഗോപിക, താങ്ക് യു ഫോർ യുവർ ടൈം. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കും.